നിങ്ങൾക്കറിയാം, അവസാനത്തെ ഗുരുവിൻ്റെ ഏതാനും പ്രതിഷ്ഠകൾ ഓങ്കാര പ്രതിഷ്ഠയാണ് അല്ലേ. കളവങ്കോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിലക്കണ്ണാടിയിൽ രസം ചുരണ്ടി മാറ്റി ഓം എന്ന പ്രണവം അവിടെ സൃഷ്ടിച്ചിട്ടാണ് ഗുരു ആ പ്രതിഷ്ഠ നടത്തിയത്. പക്ഷേ ഇന്നും പലരും ആ സത്യം തിരിച്ചറിയാതെ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയെന്ന് വിളിച്ചു പോകുന്നവരിന്നും ധാരാളമായിട്ടുണ്ട്. ശരിക്കും ഓങ്കാരത്തിനേക്കാളും പ്രധാനമാണോ അവിടെ കണ്ണാടിക്കുള്ളത്? അവിടെ കണ്ണാടി ഏതായാലും ഒരു പ്രതലം വേണമായിരുന്നു. ഇവിടെ ഏതൊരു പ്രതിഷ്ഠയ്ക്കും ഒരു പ്രതലം വേണമല്ലോ. അപ്പോൾ അവിടെ ഓങ്കാരത്തിന് ഒരു പ്രതലം ഗുരു കണ്ടുപിടിച്ചത് കണ്ണാടിയാണെന്ന് മാത്രം. അത് ശരിക്കും ഓങ്കാര പ്രതിഷ്ഠ തന്നെയാണ്, കണ്ണാടി പ്രതിഷ്ഠ അല്ല. അതുപോലെ ഉല്ലലയിൽ ഓങ്കാര പ്രതിഷ്ഠയാണ് നടത്തിയത്. കാരമുക്കിൽ ദീപം പ്രതിഷ്ഠിച്ചു. ഇങ്ങനെ ഗുരുവിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള ആ പടികൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും, സഗുണോപാസനയിൽ നിന്ന് ആളുകളെ നിർഗുണോപാസനയിലേക്ക് സാവധാനത്തിൽ ഗുരു കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഗുരുവിൻ്റെ ഈ ക്ഷേത്ര ശൃംഖലയെ തന്നെ നോക്കിയെന്നാൽ അറിയാം, ഗുരു ഈ മാനവരെ, ഈ ഗുരുവിൻ്റെ ചുറ്റും കണ്ടിരുന്ന ഈ അവശതകൾ അനുഭവിക്കുന്ന ജനതയെ അവിടെ നിന്ന് ഉണർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഗുരുവിൻ്റെ ആജീവനകാലം, അതായത് ഗുരു ഒരു 40 വർഷത്തോളം നടത്തിയ ആ കർമ്മകാണ്ഡത്തിലെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തൻ്റെ ആയുസ്സും വപുസും ആത്മതപസ്സും ഗുരു ബലി ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാകവികുമാരനാശൻ ഇത് നമ്മൾക്ക് എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രതിഷ്ഠയോടൊപ്പം തന്നെയാണ് അരുവിപ്പുറത്ത് നടന്ന 1888 നടന്ന ഈ പ്രതിഷ്ഠയോട് കൂടിയാണ് അവിടെ നിന്നും ഇന്നത്തെ നമ്മുടെ സംഘടനയായ SNDP യോഗം എന്ന ശുക്രനക്ഷത്രം രൂപമെടുത്തത്. മഹാഗുരുവിൻ്റെ കൈകളാൽ നമ്മൾക്ക് രൂപപ്പെടുത്തി തന്നിട്ടുള്ളതാണ് ആ SNDP സംഘടന. അതിന് നാഴികക്കല്ലായി തീർന്നത് ഈ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ തന്നെയാണ്. ഈ സംഘടനയെ തുടർന്ന് നമ്മൾക്കറിയാം മറ്റനേക സംഘടനകൾ, സാമുദായിക സംഘടനകളും അല്ലാത്ത സംഘടനകളും എല്ലാം അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഗുരുവിൻ്റെ ഈ ദർശനം, ആദർശം ഇതൊക്കെ കണ്ട് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് അങ്ങനെയൊരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് ആളുകൾ പോകുന്നത്. അതായത് ഈ സംഘടന കൊണ്ട് ശക്തരാകുക എന്നുള്ള ഈ ആഹ്വാനം മഹാഗുരുവാണ്, ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് നമ്മൾക്ക് ആദ്യമായിട്ട് നൽകിയിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊരു പ്രതിഷ്ഠ നടത്തുകയും ഇതുപോലെ ക്ഷേത്രങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും മനുഷ്യ മനസ്സുകളിൽ സ്നേഹത്തിൻ്റെ നീരുറവുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ പരിശ്രമിച്ച ഈ ഗുരുവിൻ്റെ ഈ ആത്മീയ ശക്തി, അതായത് എല്ലാത്തിനെയും സമമായി കാണുക, സമത്വഭാവത്തോടു കൂടി വർത്തിക്കാൻ സാധിക്കുന്ന ഒരു യോഗീശ്വരൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാത്രമാണ്. നമ്മളിവിടെ കണ്ടിരിക്കുന്ന യോഗീശ്വരന്മാരിൽ എല്ലാവർക്കും, അതായത് അദ്വൈത ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു യോഗീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഗുരുവിൻ്റെ പല കൃതികളിലും ഇതെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ശ്രേഷ്ഠമായ ദാർശനിക കൃതിയിലെ 24-ാം ശ്ലോകത്തിൽ നമ്മൾക്ക് കാണാം, അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം. ഗുരു നമ്മൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. അതായത് അവൻ, ഇവൻ, മറ്റവൻ എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരിലും ഉള്ളിൽ കുടികൊള്ളുന്ന ആ സത്യം ഒരേ ആത്മസത്യം തന്നെയാണെന്നാണ് ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ആത്മസഹോദരങ്ങളാണ്. ആ സഹോദരം വെച്ച് നോക്കുമ്പോൾ ഗുരു എന്താണ് പറയുന്നത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനും കൂടി സുഖത്തിനായിട്ട് വരണമെന്നാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കേവലാത്മാക്കളാണ്, ജീവാത്മാക്കളാണ്, ഇന്ദ്രിയാരാമികളാണ്. ഇന്ദ്രിയങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ പ്രകാരം നമ്മളും പോകുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള നമ്മൾക്ക് ഇങ്ങനെ അവനെ മറ്റവനെയും പരനെയും ഒക്കെ സുഖത്തിലോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കുമോ? നമ്മുടെ സുഖവും നമ്മുടെ സന്തോഷവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും ഉള്ള ഇതെല്ലാം ഒന്ന് പൂർത്തിയാക്കിയിട്ട് വേണ്ട നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ. അപ്പം നമ്മൾ ആ തലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അപരൻ്റെ സുഖത്തിന് വേണ്ടി കൂടി ഒന്ന് ശ്രമിക്കണമെന്നാണ് ഗുരു ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഗുരുവിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഗുരു തരുന്ന ദർശനം എന്താണെന്ന്, അതിൻ്റെ ആഴത്തിലുള്ള ആ അർത്ഥം എന്താണെന്ന് നമ്മൾക്കൊന്ന് പിടികിട്ടുകയാണെങ്കിൽ അവനവന് ആത്മസുഖത്തിന് നമ്മൾ ആചരിക്കുന്ന ആ ഓരോ പ്രവൃത്തിയും അപരന് സുഖം നൽകിയില്ലെങ്കിലും അപരന് ദോഷം വരാത്ത രീതിയിൽ നമുക്ക്
നമ്മുടെ ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപരൻ്റെ സുഖം നമ്മൾ കണ്ടില്ലെങ്കിലും അപരൻ്റെ ദോഷം വരാത്ത രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കേണ്ടതാണ്. അതിന് ഗുരുവിൻ്റെ ഈ ദർശനം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഏകത്വ ഭാവത്തോടു കൂടി മരുവുന്ന ഈ ഗുരുവിൻ്റെ അദ്വൈത ദർശനമാണ് അതിന് കാതലായി നിൽക്കുന്നതെന്ന് പറഞ്ഞ്, അപ്പോൾ ഈ അദ്വൈത ദർശനത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഗുരു ഈ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും ബലി ചെയ്ത് കഴിഞ്ഞ് ഈ 40 വർഷം ഇവിടെ തൻ്റെ കർമ്മകാണ്ഡത്തിലൂടെ കർമ്മസരണിയിലൂടെ എല്ലാ പ്രവൃത്തികളും മാനവ നന്മയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്ത ഗുരു ഈ തത്വോപദേശങ്ങൾ നമ്മൾക്ക് ഉപദേശിക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ അവയെല്ലാം പ്രാവർത്തികമാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു കർമ്മസരണിയിൽ വ്യാപരിച്ചിരുന്നതായിട്ട് നമ്മൾക്ക് കാണാം. ഗുരുവിൻ്റെ ജീവചരിതം പഠിക്കുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കി കിട്ടുന്നത്. അങ്ങനെ കർമ്മസരണിയിൽ വ്യവഹരിച്ച ഗുരുവിനെ റൊമേൻ റോളണ്ട് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ജ്ഞാനിയായ കർമ്മയോഗി എന്നാണ്. ജ്ഞാനിയായ കർമ്മയോഗി എന്നാണ്. വെറുതെ ജ്ഞാനി എന്ന് മാത്രമല്ല, കർമ്മയോഗി കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾക്ക് പഠിക്കുകയും ഗുരുവിൻ്റെ ദർശനം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദർശനത്തെ കൂടി നമ്മുടെ ജീവിതം ഒന്ന് ഉരുവിട്ട് പോകുന്നതിന് നമ്മൾക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയാണ്. ആ ശിവപ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് എന്താണെന്ന് വെച്ചെന്നാൽ ഈ 133 വർഷമായിട്ടും അത് ഇളകിയില്ല എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. ഇനി അത് വേണ്ടി വരികയില്ല എന്നുള്ളതും തീർച്ചയാണ്. എന്തുകൊണ്ടാണ്? ഈ ശിലയും അതിന് പ്രതലമായിരിക്കുന്ന ആ ശിലയും തമ്മിൽ ഉരുക്കി ചേർന്നിരിക്കുകയാണ് എന്നുള്ള ഒരു സത്യം. അത് എത്ര ഗുരുഭക്തർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതറിയുന്ന ഗുരുഭക്തർ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നും സംശയമാണ്. ഈ ശിലയും ഉരുക്കി ചേർന്നിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ പുനഃപ്രതിഷ്ഠ ആവശ്യമില്ലാത്ത ഒരു പ്രതിഷ്ഠ ഉണ്ടോ ഇവിടെ എന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ കാലം അത്രയും അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് പോയ ഒരുപാട് പൂജാരികളുണ്ട്. അവരെല്ലാം ഒരേ സ്വരത്തിൽ ഈ സത്യം നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ തന്നെയാണെന്ന്. ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആ ആത്മീയ ശക്തി മാത്രമാണ് ഇവിടെയും അതിന് ഉരുകിച്ചേരുന്നതിന് യോഗ്യമായി തീർന്നത്. അതായത് അല്പം സയൻസ് അറിയാവുന്നവർക്കറിയാം, വെള്ളം തിളയ്ക്കുന്നതിന് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം, ഇരുമ്പുരുകുന്നതിന് 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്, കരിങ്കല്ലും ഗ്രാനൈറ്റും ഒക്കെ ഉരുകുന്നതിന് 2230 ഡിഗ്രി സെൻറ്റിഗ്രേഡോ അതിന് മുകളിലോ വേണമെന്നാണ് അറിവ്. ഇത്രയും ചൂട് ആ ശിലകൾ രണ്ടും തമ്മിൽ ഉരുകി പിടിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഇത്രയും ചൂട് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു? ഇതാണ് ചിന്തിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ അഷ്ടബന്ധം ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. ഇരു കൈകൾ കൊണ്ട് മാറോട് ചേർത്ത് പിടിച്ചിരുന്ന ആ വിഗ്രഹത്തെ തൻ്റെ കണ്ണീർ കണങ്ങൾ കൊണ്ട് അഭിഷേകിച്ചെടുത്തിട്ടാണ് പ്രതിഷ്ഠ ചെയ്തതെന്ന് പറഞ്ഞു. ആ കണ്ണീർ കണങ്ങൾ തന്നെയാണ് ആത്മശക്തിയിൽ നിന്ന് ആത്മശക്തിയുടെ നിറവിടമായിരുന്ന ആ കണ്ണുനീർ കണങ്ങൾ തന്നെയാണ് ഈ പ്രതിഷ്ഠയും ആ ശിലയും തമ്മിൽ ഉറയ്ക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഉരുകി ചേരുന്നതിനുള്ള അഷ്ടബന്ധമായി മാറിയത് എന്ന് നിസ്സംശയം നമ്മൾക്ക് പറയാവുന്നതാണ്. നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചിന്തിച്ച് പോയാൽ മാത്രമേ നമ്മൾക്ക് ഗുരുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രതിഷ്ഠ ഇളകാത്തതിലോട്ട് ഒരു എത്തുനോട്ടമാണ് ഞാൻ ആദ്യമേ പറഞ്ഞ നമ്മുടെ വിഷയം. അപ്പം ഗുരുവിൻ്റെ ഈ ആത്മീയ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രതിഷ്ഠ ഇന്നും ഇളകാതെ നിൽക്കുന്നത്. ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം അവിടെ ഇന്നും ചൈതന്യം ഇന്നും നമ്മൾക്കുണ്ട്. സകല മാനവരാശിക്കും ശ്രേയസേകിക്കൊണ്ട് പ്രേയസേകിക്കൊണ്ട് ഗുരുവിൻ്റെ ചൈതന്യം ഇന്നും അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്നത് ഈ ഗുരുവിൻ്റെ ചരിത്രത്തിൽ കൂടിയുള്ള ഈ കർമ്മകാണ്ഡത്തിൽ കൂടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഗുരുവിനെ നമ്മുടെ ശുദ്ധമായ മനസ്സോടുകൂടി ഗുരുവിനെ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും നടത്തുക, ഗുരുഭക്തരായിട്ടുള്ള നമ്മളെല്ലാവരും നടത്തുക. അപ്പം ഗുരുവിൻ്റെ ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അതായത് ഗുരുവിനെ നമ്മൾക്ക് അറിയണമെങ്കിൽ ഈ പ്രതിഷ്ഠ ഗുരുവിനെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന, ഗുരുവിൻ്റെ ഈശ്വര സ്വരൂപത്തെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ആർക്കും അത് ദൂരീകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രതിഷ്ഠ തന്നെയാണിത്. ഇതിനെ പഠിച്ചാൽ മാത്രം മതി.
അപ്പം ഗുരുവിനെ പഠിച്ച് ഗുരുവിനെ മനസ്സിലാക്കുന്നവർക്ക് ഗുരു ഈശ്വര സ്വരൂപി തന്നെയാണ്. അല്ലാത്തവർക്ക് അന്ധനാനയെ കണ്ട പോലെ തന്നെയാണ് ഗുരു ഇന്നും. ഈ അന്ധതയും അജ്ഞതയും ഒക്കെ മാറ്റി ഗുരുവിൻ്റെ നിജസ്വരൂപം എന്തെന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ ഗുരുപദൻ ടി വി പോലെ ഒരുപാട് ആളുകൾ അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗുരുപദൻ ടി വിക്കാർ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി അവർക്ക് എക്കാലം ഇത് തുടരുവാൻ സാധിക്കട്ടെ. അതുപോലെ ഗുരുവിനെ അറിയുന്നതിന് നമ്മൾക്ക് ഈശ്വരാനുഗ്രഹം വേണം, നമ്മൾക്ക് ഗുരുവിൻ്റെ തന്നെ ഒരു അനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ആദ്യമായിട്ട്. അപ്പോൾ ഇത് ഗുരു പഥത്തിൽ ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, അതായത് ഗുരു ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും ഗുരുവിൻ്റെ ദർശനം എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സഞ്ചരിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം ഗുരു നമ്മൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരബ്രഹ്മസ്വരൂപിയായ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ആ ഗുരുപാദങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ്.